ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബാക്കുവിലെ നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. അപ്പോൾ ബാക്കുവിലെ നൈറ്റ് ലൈഫ് കാണാൻ നമുക്ക് പോകാം. എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു. പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഗ്ലാസ് തുറന്നിട്ടിട്ട് നല്ല കാറ്റ് പഠിക്കുന്നുണ്ട്. നല്ല തണുപ്പും. ആക്ച്വലി എനിക്കിത് കാണുമ്പോൾ ദുബായ് തന്നെ ഓർമ്മ വരണം. ദുബായിലെ പോലെയുള്ള കുറേ ബിൽഡിങ്സും ലൈറ്റിങ്സൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നൊരു നെക്സ്റ്റ് ദുബായ് ആയിട്ട് വരാൻ പോവാണ് ബാക്കു. അതേപോലെ തന്നെ കുറേ വെറൈറ്റി ബിൽഡിങ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് രാത്രി ബാക്കു സിറ്റി കാണാൻ. ആക്ച്വലി ഈ നൈറ്റ് സിറ്റി ഡ്രൈവ് ആ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ഒരു 3-4 സ്ഥലത്ത് നമ്മളിന്ന് രാത്രി കവർ ചെയ്യും. നമുക്ക് കാണാം ഓരോ സ്ഥലം. അങ്ങനെ ഫസ്റ്റ് ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്, ഹൈദരലി കൾച്ചറൽ സെൻറ്റർ. രാത്രിനേക്കാളും എനിക്ക് കുറച്ചും കൂടി കാണാൻ പുലർച്ചെയാണ്, പകലാണിത് കാണാൻ കുറച്ചുകൂടി രസം തോന്നുന്നു. അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും ഒക്കെ ആയിട്ട്. രാത്രി വേറൊരു ഭംഗി. അപ്പോൾ പകൽ ഇത് കാണാൻ നമുക്ക് അടുത്ത ദിവസം വരാം.
ഇപ്പോൾ നമ്മളുള്ളത് ഫ്ലെയിം ടവറിൻ്റെ മുന്നിലാണ് കേട്ടോ. ആക്ച്വലി ഇത് കാണണമെങ്കിൽ രാത്രി തന്നെ വരണം കേട്ടോ. രാത്രി ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ. രാവിലെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബിൽഡിങ് അത്രയേ ഉള്ളൂ. പക്ഷേ രാത്രി വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ തന്നെയാണ് ഹൈലൻഡ് പാർക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ് നമ്മളിനി പോകാൻ പോണത്. ആക്ച്വലി ഒരു ടവറും കൂടിയുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ. 3 ടവർ തീ എരിയുന്ന മാതിരി നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഇതാണ് സിയാബനി അഥവാ മാർട്ടിയേഴ്സ് ലെയിൻ. USSRൻ്റെ ഡിസൊല്യൂഷൻ്റെ സമയത്ത് ഒരു വാറുണ്ടായി. ആ സമയത്ത് ഒരുപാട് അസർബൈജാനികൾ കൊല്ലപ്പെട്ടു. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ആ സമയത്ത് മരിച്ച ആൾക്കാരുടെ പേരൊക്കെയാണ്. ഇതുപോലെ 2 സൈഡിലും അന്ന് കൊല്ലപ്പെട്ടവരുടെ പേര് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു പള്ളിയുണ്ട്. ഈ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ്. അങ്ങനെ ഫ്ലെയിം ടവറിൻ്റെ അവിടെ നിന്ന് നടന്ന് ഹൈലൻഡ് പാർക്കിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ മാരക തണുപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ കാഴ്ചയും. ആക്ച്വലി ഇവിടെ രാത്രിയാണ് വന്ന് കാണേണ്ടത്. രാവിലെ ആയാൽ അത്ര കാണാൻ മാത്രമൊന്നുമില്ല. ഇപ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രിയാണ് ഇവിടെ ഏറ്റവും ഭംഗി കാണാൻ. കാസ്പിയൻ സീയും അതിൻ്റെ തൊട്ടടുത്ത് കുറേ ബിൽഡിങ്സും ലൈറ്റ്സും നല്ല ഭംഗിയാണ്, ഒന്നും പറയാനില്ല. നോക്കൂ, ആ ബാക്കുവയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. എനിക്കൊന്ന് രാത്രിയായിരിക്കും ഇത് കാണാൻ കുറച്ചും കൂടി രസമുള്ളത്. ഞങ്ങളെത്തിയപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ പോയി തുടങ്ങി. കണ്ടില്ലേ, രാത്രിയല്ലേ ഇത് കാണാൻ ഭംഗി. പകലാവുമ്പോൾ ഈ ലൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളും മെല്ലെ തിരിച്ചിറങ്ങുകയാണ്. നമ്മൾ അതിൻ്റെ മുകളിലായിരുന്നു. അവിടെ നിന്നാണ് ഇറങ്ങി ഇപ്പോൾ ഇവിടെ എത്തിയത്. അങ്ങനെ ബാക്കുവിലെ ഈ നൈറ്റ് ഡ്രൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ വിശേഷങ്ങളുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.